13 വയസ്സുകാരനെ ബസിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു. മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. പിടിയിലായത് മലപ്പുറം സ്വദേശി അലി അസ്ഗർ പുത്തലൻ. ഇവന്മാർക്ക് ഇത് തന്നെയാണോ പരിപാടി? ഇപ്പം ഒരു ആൺകുട്ടികളെ ഇപ്പം ലൈംഗിക ചൂഷണത്തിനിരയായി. ഇത് എത്ര അധികം കൂടുതൽ ഈ മദ്രസ അധ്യാപകന്മാരാണ്. ഒരിക്കലും ആ മദ്രസയെ കുറ്റം പറയണമൊന്നുമല്ല. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അധ്യാവസാനത്തെന്ന് പറയാൻ ഗുരു എന്ന് പറഞ്ഞ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അയക്കുന്ന ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇനി ബസ്സിൻ്റെ കാര്യം അതോടെ ഇരിക്കട്ടെ. ഇനി ബസ്സിൽ ഈ അധികം പേര് പെൺപിള്ളേരെ തട്ടി പെൺപിള്ളേരെ കയറി തൊടുന്നു തോണ്ടി പിടിച്ചു എന്നൊക്കെയാണ് അധികം പറയുന്നത്. ആൺപിള്ളേരാരും പിടിച്ചു ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് പറയാറുമില്ല, അങ്ങനെയായിട്ട് എടുക്കാറുമില്ല. ഒരു ആൺകുട്ടികൾ ഒരുമാതിരി ഈ ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. ബസ്സിൽ വെച്ചുള്ള ഈ കിളവന്മാരുടെ ഞരമ്പന്മാരില്ലേ, കിളവന്മാർ പീഡനത്തിൽ ആൺപിള്ളേരും ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷം 2-3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ആളിങ്ങനെ വന്നിരുന്നു. അത്യാവശ്യം ഒരു പ്രായമായ ആളാണ്. ആൾ കിടന്ന് ഓരോ വിശേഷം ചോദിക്കുക. ആദ്യം നമ്മളിപ്പോൾ അപരിചിതരായെങ്കിൽ നമ്മളെപ്പോഴും പരിചയമുള്ള ആൾക്കാരോട് മിണ്ടണമെന്നില്ലല്ലോ. നമ്മളിപ്പോൾ ദൂരയാത്ര ചെയ്യുകയാണെങ്കിൽ ചിലർക്ക് ചോദിക്കുമ്പോൾ എവിടെയാണ് സ്ഥലം, ഇന്ന സ്ഥലം എവിടെയാണ്, എന്താ ചെയ്യുന്നത്, ഇതൊക്കെയായി ചോദിക്കും. ഓക്കെ, നമ്മൾ അതിനുള്ള മാന്യമായിട്ട് മറുപടി. അപരിചിതരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആണായാലും പെണ്ണായാലും ഒരു ഡിസ്റ്റൻസ് വെച്ച് കീപ്പ് ചെയ്യും. ഒരു പുള്ളി വന്നിട്ട് ഈ തുടയിൽ തടവിക്കൊണ്ടൊക്കെ ഈ ചോദ്യം ചോദിക്കണം. അവൻ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് മാന്യമായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ അത് ഞരമ്പാണെന്ന് മനസ്സിലായി. പിന്നെ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങി അതിൻ്റെ സ്റ്റോപ്പ് എത്താനായപ്പോൾ ആ സ്റ്റോപ്പ് ഇറങ്ങി പോകുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് പലയിടത്തും ഇങ്ങനെ സംഭവമുണ്ട്. പക്ഷേ ആൺപിള്ളേർ ആരും അങ്ങനെ പറയില്ല. പിന്നെ ഇന്നലെ ഒരു വീഡിയോ മിനിഞ്ഞാന്ന് കണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഒരാൾ വന്ന് പുറകെ കയറി പിടിച്ചപ്പോൾ ഒരുത്തൻ പിടിച്ച് നല്ല പൊട്ടിയിൽ പൊട്ടിച്ചത്. ഈ ആൺപിള്ളേരും ഇതുപോലെ ഒരുപാട് ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. എല്ലാവരും പോകുമ്പോൾ പെൺകുട്ടികളെ നേരത്താണ് ഫോക്കസ് ചെയ്യുന്നത്. ആൺകുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിനായിട്ട് ഇപ്പം നിയമ നടപടി എടുത്തിട്ടുണ്ട്. ആ പുള്ളീനെ അറസ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഇതുപോലുള്ള ചൂഷണങ്ങൾ വരുവാണെങ്കിൽ തിരിച്ച് വന്ന് പ്രതികരിക്കുക, അത്രേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇവരെ പിടിച്ചുള്ള നിയമ നടപടികൾ. പിന്നെ മദ്രസ അധ്യാപകനാണ്. ഇതുപോലുള്ള അധ്യാപകന്മാരുള്ള ആൾക്കാരെ പിന്നെ ആ സർവീസിൽ നിന്ന് പിരിച്ചു വിടുക, അത്രേ പറയാനുള്ളൂ. ഏത് ജോലിയിലാണെങ്കിലും ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിച്ചു വിട്ടോളുക. പിന്നെ അവിടെ നിർത്തരുത്.